ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ദിവസവും ലക്ഷക്കണക്കിന് യാത്രക്കാരെ വഹിച്ചുകൊണ്ട് രാജ്യതലസ്ഥാനത്തിന്റെ ജീവനാഡിയായി പ്രവർത്തിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനമാണ്. ലോകോത്തര നിലവാരമുള്ള ഈ സംവിധാനം അതിന്റെ വേഗതയും കാര്യക്ഷമതയും കൊണ്ട് പ്രശംസ നേടുമ്പോഴും സമീപ വർഷങ്ങളിലായി ഇവിടെ അരങ്ങേറുന്ന നാടകീയ സംഭവങ്ങളും അസാധാരണ കാഴ്ചകളും കാരണം വാർത്താ പ്രാധാന്യം നേടുന്നത് പതിവായിരിക്കുകയാണ്. സീറ്റുകൾക്കായുള്ള കടുത്ത വാദപ്രതിവാദങ്ങൾ, പരസ്യമായ പ്രണയ പ്രകടനങ്ങൾ, അച്ചടക്കമില്ലാത്ത വസ്ത്രധാരണം, മറ്റ് യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാക്കുന്ന തരത്തിലുള്ള റീൽസ് ചിത്രീകരണങ്ങൾ എന്നിവയൊക്കെ ഡൽഹി മെട്രോയുടെ ദൈനംദിന കാഴ്ചയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഈ നിരയിലെ ഏറ്റവും പുതിയതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതുമായ സംഭവമാണ് മെട്രോ സ്റ്റേഷനിൽ ചിത്രീകരിച്ച ചെരുപ്പ് മോഷണത്തിന്റെ വീഡിയോ. ഒരു യുവതിയും യുവാവും ചേർന്ന് ബോധപൂർവം സൃഷ്ടിച്ച ഈ രംഗം അതിന്റെ ദയനീയമായ പ്രകടനം കാരണം സോഷ്യൽ മീഡിയയിൽ ചിരിക്ക് പകരം രോഷമാണ് ഉണ്ടാക്കിയത്. വീഡിയോയുടെ ചിത്രീകരണ രീതി തന്നെ കൃത്രിമത്വം നിറഞ്ഞതായിരുന്നു. സ്റ്റേഷനിൽ നിൽക്കുന്ന യുവതിയുടെ ശ്രദ്ധ തിരിക്കാനായി പിന്നിൽ നിന്നെത്തിയ യുവാവ് ഒരു കമ്പി ഉപയോഗിച്ച് യുവതിയുടെ പാദത്തിൽ സ്പർശിക്കുകയും ചൊറിച്ചിൽ മാറ്റാനായി യുവതി കാലുയർത്തിയ തക്കത്തിന് യുവാവ് അവരുടെ ചെരുപ്പ് കൈക്കലാക്കുകയും ചെയ്യുന്നു. തുടർന്ന് യുവതി ചെരുപ്പ് തിരയുന്ന രംഗത്തിൽ ചെരുപ്പെടുത്ത യുവാവ് അത് കാതിനോട് ചേർത്ത് പിടിച്ച് മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന ഭാവത്തിൽ അതൊന്നും അറിയാത്തതുപോലെ യുവതിയുടെ അടുത്തുകൂടി കടന്നു പോകുന്നതാണ് രംഗം. വീഡിയോയുടെ ഉദ്ദേശം ഒരു തമാശയോ വൈറൽ ഉള്ളടക്കമോ സൃഷ്ടിക്കുക എന്നതായിരുന്നെങ്കിലും അതിന്റെ മോശം അവതരണം കാഴ്ചക്കാരിൽ അവിശ്വാസവും അതൃപ്തിയുമാണ് ജനിപ്പിച്ചത്. ഇത് അഭിനയമാണെന്ന് വ്യക്തമാവാതിരിക്കാൻ ഇവർ തീരെ ശ്രമിച്ചില്ല എന്നും ഇതിലും മികച്ച പ്രകടനം നാടകങ്ങളിൽ കാണാമെന്നും പറഞ്ഞ് നിരവധി ഉപയോക്താക്കൾ വിമർശനം ഉന്നയിച്ചു. ഉള്ളടക്ക സൃഷ്ടാക്കൾ വിഷയത്തിലെ ആത്മാർത്ഥതയില്ലായ്മയും പൊതുയിടങ്ങളിൽ ഇത്തരം പ്രഹസനങ്ങൾ നടത്താനുള്ള ധൈര്യവുമാണ് സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയായി മാറിയത്. ഈ ഒരു വീഡിയോ വിവാദത്തിനപ്പുറം ഡൽഹി മെട്രോ ഇപ്പോൾ നേരിടുന്ന ഒരു സുപ്രധാന സാമൂഹിക പ്രശ്നത്തിന്റെ നേർചിത്രമാണിത്. പൊതുയിടങ്ങളെ ഉള്ളടക്ക നിർമ്മാതാക്കൾ അവരുടെ സ്വകാര്യ ഷൂട്ടിംഗ് സ്റ്റുഡിയോകളായി മാറ്റിയെടുക്കുന്ന പ്രവണതയാണ് ഡൽഹി മെട്രോയിൽ വർദ്ധിച്ചു വരുന്നത്. അനുവാദം കൂടാതെ മറ്റ് യാത്രക്കാരെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും അവരുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. തിരക്കേറിയ സമയങ്ങളിൽ പോലും കോച്ചിന്റെ വാതിലുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ടും നടുക്ക് നിന്നുകൊണ്ടും ഉള്ളടക്കം സൃഷ്ടിക്കുന്നത് സാധാരണ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ചില സാഹസികമായ റീൽസ് ചിത്രീകരണങ്ങൾ മെട്രോയുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെ തന്നെ ലംഘിക്കുന്ന തരത്തിലാണുള്ളത്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഇത്തരം ചിത്രീകരണങ്ങൾക്കെതിരെ കർശനമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മെട്രോ ട്രെയിനുകൾക്കുള്ളിലോ സ്റ്റേഷനിലോ ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ ചിത്രീകരിക്കുന്നതിനോ മറ്റ് യാത്രക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നതിനോ അനുവദിക്കില്ലെന്ന് ഓരോ കോച്ചിലും വ്യക്തമായ ബോർഡുകളും അനൗൺസ്മെന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തുന്നതിനായി മൊബൈൽ സ്ക്വാഡുകളെയോ CCTV നിരീക്ഷണ സംവിധാനങ്ങളെയോ DMRC വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് റീൽ ചിത്രീകരണങ്ങൾ ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങളുടെ പേരിൽ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം പൊതുയിടങ്ങളിൽ ആളുകളുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഡൽഹി മെട്രോ. വൈറലാകാനുള്ള ആകാംക്ഷയിൽ തങ്ങൾ ഒരു പൊതുഗതാഗത സംവിധാനത്തിലാണ് യാത്ര ചെയ്യുന്നതെന്നും അവിടെയുള്ള ഓരോ വ്യക്തിക്കും സുരക്ഷിതമായും സ്വസ്ഥമായും യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ടെന്നുമുള്ള അടിസ്ഥാനപരമായ സാമൂഹിക ബോധം പലർക്കും നഷ്ടപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം മറ്റുള്ളവരുടെ അവകാശങ്ങളെ ലംഘിക്കുമ്പോൾ അവിടെ നിയമപരമായ ഇടപെടൽ ആവശ്യമായി വരുന്നു. ഉള്ളടക്ക നിർമ്മാതാക്കൾക്ക് അവരുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അത് പൊതു ഇടങ്ങളിലെ പെരുമാറ്റച്ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായിരിക്കണം. ഈ വിഷയത്തിൽ DMRC കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുകയും നിയമലംഘനം നടത്തുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷകൾ നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ അധികാരികൾക്ക് കൂടുതൽ നടപടികൾ എടുക്കാൻ പ്രോത്സാഹനമാകും. ഡൽഹി മെട്രോയെ വീണ്ടും എല്ലാവർക്കും സുരക്ഷിതവും സ്വസ്ഥവുമായ യാത്രാ മാർഗമാക്കി മാറ്റേണ്ടത് അധികൃതരുടെയും യാത്രക്കാരുടെയും ഒരുപോലെ ഉത്തരവാദിത്തമാണ്.